കോവളത്ത് വീണ്ടും ബോട്ട് മറിഞ്ഞ അപകടം. ബോട്ടിൽ ഉണ്ടായിരുന്ന 3 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് കോവളത്ത് ബോട്ട് സവാരി നിർത്തിവെച്ചു. സനിസ ശോഭചന്ദ്രൻ ചേരുന്നു. സനിസ, 3 പേരെ രക്ഷപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ അപകടം പതിവാവുകയാണ്. എന്താണ് സംഭവിച്ചത്? അതേ തന്നെ, ഈ കോവളത്ത് ഇത്തരത്തിൽ അപകടം പതിവാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെയും ഇത്തരത്തിലൊരു അപകടം കോവളത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് ഉണ്ടായ അപകടം, ഈ ബോട്ട് കടലിലേക്ക് ഇറക്കുന്ന സമയം തന്നെ മണലിൽ എഞ്ചിൻ കുത്തിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതിൽ ബോട്ടിലുണ്ടായിരുന്ന 3 പേരെയും അപ്പോൾ തന്നെ രക്ഷപ്പെടുത്തി. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവർക്ക് മറ്റ് പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വളരെ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നലെയും സമാന രീതിയിൽ കോവളത്ത് ഇത്തരത്തിൽ ബോട്ട് അപകടം ഉണ്ടായിട്ടുണ്ട്. അതിലും 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രീകാര്യം സ്വദേശിയായ അരുണും ഭാര്യയും 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഉയർന്ന തിരമാലയിൽ തട്ടിയായിരുന്നു ആ സ്പീഡ് ബോട്ട് മറിയുകയുണ്ടായത്. അതിൽ ആ കുഞ്ഞിന് 12 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് പാറയോട് ഇടിച്ചിട്ട് ആ കുഞ്ഞിന് കൈക്കും കാലിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഉയർന്ന തിരമാലയ്ക്കൊക്കെ സാഹചര്യമുള്ള സമയത്ത്, മോശം കാലാവസ്ഥയ്ക്ക് ഉള്ള സമയത്ത് ബോട്ട് ഇറക്കരുതെന്ന്, വിനോദസഞ്ചാര താല്പര്യങ്ങൾക്ക് പോലും ബോട്ട് ഇറക്കരുതെന്ന് അവിടെയുള്ള ബോട്ട് ഉടമകൾക്ക് കോസ്റ്റൽ പോലീസ് നിർദ്ദേശം നൽകി. സനിസയാണ് വിശദാംശങ്ങൾ നൽകിയത്.